ഇംഗ്ലീഷ് കേൾക്കുമ്പോൾ എളുപ്പം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു ടെക്നിക്കാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്കൊരു വീഡിയോ ക്ലിപ്പ് കാണാം അല്ലേ. ഡു നോട്ട് ലെറ്റ് ഗോ ഓഫ് മൈ ഹാൻഡ്. എൻ്റെ കൈ നീ വിടരുത് എന്നാണ് പറയുന്നത്. അതെങ്ങനെയാണ് പറയുന്നത്? ഡു നോട്ട് ലെറ്റ് ഗോ ഓഫ് മൈ ഹാൻഡ്. അപ്പോൾ അവർ സംസാരിക്കുമ്പോൾ അവർ പല വേർഡ്സും ക്ലിയർ ആയിട്ട് പറയില്ല. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ, നമ്മൾ സബ് ടൈറ്റിൽസ് ഓഫ് ചെയ്ത് വെച്ചിട്ട് ഈ വീഡിയോ മുഴുവൻ കാണാം. നമുക്ക് തീരെ മനസ്സിലാവാത്ത ഭാഗത്തിൽ മാത്രമേ നമ്മൾ സബ് ടൈറ്റിൽ ഓൺ ചെയ്ത് വെക്കാൻ പാടുള്ളൂ. സബ് ടൈറ്റിൽ ഓൺ ചെയ്ത് വെച്ചിട്ടില്ല സാധാരണ മൂവീസ് ഒക്കെ കാണുക. അപ്പോൾ എന്താ പറ്റുമെന്ന് വെച്ചാൽ, സബ് ടൈറ്റിലിന്റെ മുകളിലാണ് നമ്മുടെ ഫുൾ ഫോക്കസ് ഉണ്ടാവുക. അവർ പറയുന്നത് നമ്മൾ കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്യും. You're gonna get me in trouble, Daddy. അങ്ങനെയാണ് പറയുന്നത്. ഈ ജിയോഗോണയൊക്കെ പറഞ്ഞാൽ നമ്മളെങ്ങനെ മനസ്സിലാക്കാനാ? അതിനാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ കണ്ടിട്ട് കുറച്ചുകൂടെ എക്സ്പീരിയൻസ്ഡ് ആയത് നമുക്ക് മനസ്സിലാവും. ഇതുമാതിരി നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഇങ്ങനെ വ്യത്യാസമായി ഇവർ സംസാരിക്കുന്ന കുറച്ച് ഇംഗ്ലീഷ് ഫ്രേസസ് നമുക്ക് ബൈ ഹാർട്ട് ചെയ്ത് വെക്കാം. ഒരു ഉദാഹരണം നോക്കാം. ഹൗ ആർ യു ഡൂയിങ്? അതെങ്ങനെ പറഞ്ഞാൽ ഹവ് യു ഡൂയിങ്. ഐ ഡോണ്ട് നോ എന്നുള്ളതൊന്നും പറയില്ല അവർ. ഐ ഡോണ്ട് നോ. ഡു യു ലൈക്ക് ഇറ്റ് എന്നുള്ളത് ഡു യു ലൈക്ക് ഇറ്റ് ഐറ്റൊന്നും കേൾക്കാൻ പറ്റാറില്ല സാധാരണ. വാട്ട് ആർ യു ഡൂയിങ് എന്നുള്ളത് വാട്ട് യു ഡൂയിങ് എന്നാണ് വരുന്നത്. കുറേ ഇതുമാതിരിയുള്ള മൂവി സീൻസ് നമ്മൾ കാണുമ്പോൾ നമുക്ക് ഇവരുടെ ഫ്രേസസ് ബൈ ഹാർട്ടായി മനസ്സിലാവും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കണം. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.